ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അധർമ്മത്തിന്റെ അന്ധകാരത്തിൽ നിന്നും മാനവരാശിയെ ധർമ്മത്തിലേക്ക് ആനയിച്ച പ്രവാചകന്റെ ജന്മദിനത്തിലാണല്ലോ നാം ഓരോരുത്തരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ സന്തോഷവേളയിൽ നിങ്ങളോട് ഞാൻ ചിലത് പങ്കുവെക്കട്ടെ. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ലോകം ഇന്നും ഒരു വെളിച്ചം തേടുമ്പോൾ ആ പ്രവാചകനിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് നാം ഓരോരുത്തരുടെയും മുന്നിലുള്ള വഴി. ആ നബിയുടെ ചര്യകൾ പിൻപറ്റിയാൽ നമ്മുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാകും. കോപിക്കരുതെന്ന് പഠിപ്പിച്ചു, വിനയും വിട്ടുവീഴ്ചയും കാണിക്കുവാനും പഠിപ്പിച്ചു. സാമൂഹ്യ തിന്മകളോട് അരുത് എന്ന് പറയാൻ നബി തങ്ങൾ കാണിച്ച ആർജവും ലോകത്തിന് ഇന്നും ഒരു മാതൃകയാണ്. മദ്യം വേണ്ട, പലിശ നിഷിദ്ധമാണ്. ചൂഷണത്തിന്റെ ഓരോ വഴിയും നാശത്തിലേക്കാണ്. പരസ്പരം സ്നേഹവും സൗഹൃദവും കാത്തു സൂക്ഷിക്കണം. അയൽവാസിയോടുള്ള ബന്ധത്തിന് വലിയ വില നൽകി. മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്ര ഊന്നി പറഞ്ഞ മറ്റൊരു പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയില്ല. സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഭാര്യ സന്താനത്തേക്കാൾ ആ മുത്തുനബി സ്നേഹിക്കണമെന്ന് ദീൻ പഠിപ്പിക്കുന്നത് വെറുതെയല്ല. കാരണം ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നാം ഓരോരുത്തരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അവസാനം ഹൗദുൽ കൗസറിന്റെ ചാരത്തിൽ നിന്ന് നബിയോടൊപ്പം ആനന്ദിക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.